ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കുക. PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മാക്സിമം പഠിച്ചു തീർത്തതിനു ശേഷം മാത്രമേ മറ്റു കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലേക്ക് പോകാവൂ. കാരണം PSC ബുള്ളറ്റിനുള്ള ചോദ്യങ്ങളാണ് സ്ഥിരം PSC കറണ്ട് അഫയേഴ്സ് മേഖലയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സമയം കളയാനില്ല. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അതും തന്നെ നമ്മൾ കേരളത്തിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മൾ വേർതിരിച്ചാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, 2024 ഇറങ്ങിയ PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് 2024 PSC ബുള്ളറ്റിൽ നിന്നും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് നോക്കാനുള്ളതാണ് മേഘാട്രോപിക്സ് 1. ദൗത്യ കാലാവധി പൂർത്തിയാക്കി 2023 ISRO നിയന്ത്രിതമായി തിരിച്ചിറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ അത് മേഘാട്രോപിക്സ് 1 ആണ്. പഠിക്കുക, ദൗത്യ കാലാവധി പൂർത്തിയാക്കി 2023 ISROയുടെ നിയന്ത്രിത തിരിച്ചിറക്കൽ വഴി അല്ലെങ്കിൽ ആ പ്രക്രിയ വഴി തിരികെ എത്തിയ കാലാവസ്ഥാ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ മേഘാട്രോപിക്സ് 1 ആണ്. ഇതിങ്ങനെ അല്ലെങ്കിലും PSC ചോദിക്കും. മേഘാട്രോപിക്സ് 1 താഴെ പറയുന്നതിൽ ഏതുതരം ഉപഗ്രഹമാണെന്ന് ചോദിക്കും. ഉത്തരം കാലാവസ്ഥാ ഉപഗ്രഹമാണ്. മേഘാട്രോപിക്സ് 1 പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ആണ് സ്കൈഹോക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ 5G എനേബിൾഡ് ഡ്രോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്കൈഹോക്ക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ എന്ന് ചോദിച്ചാൽ അത് സ്കൈഹോക്ക് ആണ്. ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക ഉപകരണമാണ് കവച്. മറക്കല്ലേ, ഇപ്പൊ അങ്ങോട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ചതേ ഉള്ളൂ. ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണം എന്ന് ചോദിച്ചാൽ അത് കവചാണ്. GPS-ന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സംവിധാനമാണ് നാവിക് ചിപ്പ്. മറക്കരുത്, GPS-ന് ബദലായിട്ട്, GPS എവിടത്തെയാ സുഹൃത്തുക്കളെ? അമേരിക്കയുടെ ആണല്ലോ, അല്ലെങ്കിൽ USA-താണ് GPS എന്ന് പറയുന്നത്. ഈ GPS-ന് ബദലായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സംവിധാനം ഏത് എന്ന് ചോദിച്ചാൽ അത് നാവിക ചിപ്പാണ്. എന്താണ്? നാവിക ചിപ്പാണ്. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കുന്നതിനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് TVD-1. എന്താണ് പറഞ്ഞത്? ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഗഗൻയാൻ പദ്ധതി. അത് ഒരുപാട് നാളായിട്ട് PSC പ്രീവിയസ് ആയി ചോദിക്കുന്നു, ഗഗൻയാൻ പദ്ധതി. ഈ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് TVD-1. എന്താണ്? TVD-1 പഠിക്കുക. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ OneWebന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റാണ് LMV3. മറക്കല്ലേ, അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായിട്ടുള്ള OneWebന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് എന്ന് ചോദിച്ചാൽ അത് LMV3 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ കാറാണ് ഇവ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറിന്റെ പേരെന്താണ്? ഇവ എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറിന്റെ പേരെന്താണ്? ഇവ എന്നാണ്. ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ് ആണ് അപ്പോക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ 5G എനേബിൾഡ് ആയിട്ടുള്ള ആംബുലൻസ് ഏത് എന്ന് ചോദിച്ചാൽ അത് അപ്പോക്കാണ്. ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശിലെ റിയാസിയിലാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളെ. ഇന്ത്യയില് ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിലെ റിയാസിയിലാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂരാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂരാണ്. ഇന്ത്യയിൽ ആദ്യമായി മെഥനോളിൽ ഓടുന്ന ബസ് പുറത്തിറക്കിയത് ബാംഗ്ലൂരിൽ നിന്നുമാണ്. പഠിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് മെഥനോളിൽ ഓടുന്ന ബസ് പുറത്തിറക്കിയത് എവിടെ നിന്ന് ചോദിച്ചാൽ അത് ബാംഗ്ലൂരിൽ നിന്നുമാണ്.
ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റാണ് LNV-3 എന്ന് പറയുന്നത്. ഇതിൽ ചോദിക്കാം LNV-3ക്കകത്ത് എത്ര ഉപഗ്രഹം ഉണ്ടെന്ന് ചോദിക്കാം. അത് 36 ഉപഗ്രഹങ്ങളായിരുന്നു. ഈ ഉപഗ്രഹങ്ങൾ ഏത് കമ്പനിയിലെന്ന് ചോദിക്കാം. ഉത്തരം വൺ വെബിന്റേതാണ്. ഇതൊരു ഇന്റർനാഷണൽ ഇന്റർനെറ്റ് ദാതാക്കളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ എന്നറിയപ്പെടുന്നത് ഇവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ആംബുലൻസ് ചോദിച്ചാൽ അത് അപ്പോക്കാണ്. ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിലെ റിയാസി മേഖലയിലാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂർ ആണ്. ഇന്ത്യയിൽ ആദ്യമായി മെഥനോളിൽ ഓടുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ബാംഗ്ലൂരാണ്. പഠിക്കുക. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് GSLV Mark II F-12. പഠിക്കുക. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായിട്ടുള്ള NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് GSLV Mark II F-12 എന്നുള്ളത്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ്. ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. പഠിച്ചോളെ, ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തില് ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ട് അറിയപ്പെടുന്ന പേരാണ് വ്യോമമിത്ര. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യമാണ് മത്തി. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് മത്തിയാണ്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് ചന്ദ്രയാനെ പറ്റിയിട്ടാണ്. നമുക്ക് നോക്കാം ചന്ദ്രയാനെ പറ്റി. ചന്ദ്രയാന്റെ പ്രോജക്ട് ഡയറക്ടറാണ് P വീരമുത്തുവേൽ. ഇപ്പോൾ അങ്ങോട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ചതേ ഉള്ളേ. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആര് എന്ന് ചോദിച്ചാൽ അത് P വീരമുത്തുവേലാണ്. ചന്ദ്രയാന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. പഠിക്കേണ്ടത് വർഷമാണ് 2023 ഓഗസ്റ്റ് 23. പഠിക്കാൻ എളുപ്പമല്ലേ സുഹൃത്തുക്കളെ? 23. അപ്പോ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ രാജ്യമാരെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ് ഇന്ത്യ ഈ ദൗത്യം നടത്തിയത്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം പഠിക്കുക. I am feeling lunar gravity. എന്തെന്നാ പറഞ്ഞത്? I am feeling lunar gravity എന്നാണ്. ചന്ദ്രയാൻ 3ന്റെ പേടകത്തിൽ നിന്നും ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ അത് I am feeling lunar gravity എന്നാണ്. പഠിക്കുക. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോ ഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോ ഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ അത് ആദിത്യ L1 ആണ്. ഭാഗത്തിന് എന്തുമാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് GSLV Mark II F-12 ആണ്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യ. ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിന് ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യം മത്തിയാണ്. ചന്ദ്രയാനെ കുറിച്ചാണ് പിന്നെ നമ്മൾ പഠിച്ചത്. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ P വീരമുത്തുവേലാണ്. ചന്ദ്രയാന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. വർഷം 2023 ആഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് ആദ്യമായി ലഭിച്ച സന്ദേശം I am feeling the lunar gravity എന്നാണ്.
ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോ ഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കാണ്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം എന്ന് പറയുന്നത് ആദിത്യ L1 ആണ്. പഠിക്കുക. ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെഹംടൽ ഇ ഉദ്വാദിയെയാണ്. പഠിച്ചോളനെ. ഇന്ത്യയുടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെഹംടൽ ഇ ഉദ്വാദിയെയാണ്. ഐഫോൺ 15 പ്രോ, ഐഫോൺ 15 പ്രോ മാക്സ് എന്നീ മോഡലുകളിൽ ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം അറിയപ്പെടുന്ന പേരാണ് നാവിക്. പഠിക്കുക. ഐഫോൺ 15 പ്രോ, ഐഫോൺ 15 പ്രോ മാക്സ് എന്നീ മോഡലുകൾ, ഇവയൊക്കെ ഫോണുകളാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ ഫോണുകളുടെ മോഡലുകളിൽ ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് സിനിമ എന്ന് ചോദിച്ചാൽ അതാണ് മോണിക്ക. മറക്കല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്, അതായത് AI സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോണിക്കയാണ്. ആൻഡ് AI സ്റ്റോറി. മോണിക്ക ആൻഡ് AI സ്റ്റോറി എന്നാണ് അതിന്റെ ഫുൾ നെയിം കേട്ടോ. മോണിക്ക ആൻഡ് AI സ്റ്റോറി എന്നാണ് ഫുൾ നെയിം. മോണിക്ക എന്നെങ്കിലും സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് സിനിമ അല്ലെങ്കിൽ AI സിനിമ ഏതാണ്? മോണിക്ക ആൻഡ് AI സ്റ്റോറി. അല്ലെങ്കിൽ മോണിക്ക ഒരു AI സ്റ്റോറിയാണ്. ചിത്രത്തിന്റെ പേര് പഠിക്കുക. 2023 ആഗോള AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യയായിരുന്നു. 2023 ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഇന്ത്യയായിരുന്നു. ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇമോജൻ. പഠിക്കുക. ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കുവാൻ വേണ്ടി ആരംഭിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുന്ന ക്ലിനിക്ക് എന്ന് ചോദിച്ചാൽ അത് ഇമോജൻ ആണ്. പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരികയാരെന്ന് ചോദിച്ചാൽ അത് ലിസയാണ്. വാർത്താ ചാനലായ ഒഡീഷ TVയിലാണ് ലിസയെ അവതരിപ്പിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് പഠിച്ചോളണേ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക ആര് എന്ന് ചോദിച്ചാൽ അത് ലിസയാണ്. വാർത്താ ചാനലായ ഒഡീഷ TVയിലാണ് ലിസയെ അവതരിപ്പിച്ചത്. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയയിലാണ്. പഠിക്കുക. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയയിലാണ്. എവിടെയാണ്? ടാൻസാനിയയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം എന്നറിയപ്പെടുന്നത്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷയിലുള്ള നിർമ്മിത ബുദ്ധി AI ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് കൃത്രിം എന്നുള്ളത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമ കവച മിസൈൽ സംവിധാനം അറിയപ്പെടുന്ന പേരാണ് സമർ. ഒന്നുകൂടി പറയാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനം അറിയപ്പെടുന്ന പേരാണ് സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. മറക്കരുത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. ഒന്നുകൂടി പറയാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യുദ്ധക്കപ്പൽ ഏതാ സുഹൃത്തുക്കളെ? INS ഇംഫാൽ ആണ്. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3 DS വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3 DS വിജയകരമായി വിക്ഷേപിച്ചു. ഇവിടെ നിന്ന് PSC ചോദിക്കാൻ പോകുന്നത് ഇൻസാറ്റ് 3 DS താഴെ പറയുന്നവയിൽ ഏതുതരം ഉപഗ്രഹമാണെന്നായിരിക്കും ഉത്തരം. ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3 DS എന്നുള്ളത് സുഹൃത്തുക്കളെ പഠിച്ചു വെക്കുക. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഒന്നുമില്ല സംഭവം. ഇത് ഇപ്പോ PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാ സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ അത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിയിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെലാ തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പഠിച്ചോളുക. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വഴിയുണ്ട് കേട്ടോ. ഇരട്ടപ്പാത തുരങ്കമായ സെലാ തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിന്ന് പഠിക്കാനുള്ളത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടപ്പാത തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് പഠിക്കണം. അരുണാചൽ പ്രദേശാണ്. അതിന്റെ പേരും പഠിക്കണം. സെല എന്നാണ്. പേരെന്താ സുഹൃത്തുക്കളെ? സെല എന്നാണ്.
രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ, അതായത് ഇങ്ങനെ മുകളിൽ കൂടെ പോകും കേട്ടോ, എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. പഠിക്കുക, അതിന്റെ പേര് മറക്കല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ എന്ന് ചോദിച്ചാൽ അത് ദ്വാരക എക്സ്പ്രസ് വേ ആണ്. അതായത് വലിയ തൂണുകളുടെ മുകളിലൂടെയൊക്കെ ആയിരിക്കും ഹൈവേ പോകുന്നത് കേട്ടോ, അതാണ് എലിവേറ്റഡ് വേ എന്ന് പറയുന്നത്. ഇതേതാണ്? ദ്വാരക എക്സ്പ്രസ് വേ ആണ്. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഈ പരീക്ഷണത്തിന്റെ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. പഠിച്ചോളെ. അപ്പൊ മിഷൻ ദിവ്യാസ്ത്ര എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാല് ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മിഷൻ ദിവ്യാസ്ത്ര. അപ്പൊ എന്താണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന് ചോദിച്ചാല് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള അഗ്നി 5 എന്ന് പറയുന്ന ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിരുന്നു. അതിനറിയപ്പെടുന്ന പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. എന്താണ്? മിഷൻ ദിവ്യാസ്ത്ര. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം കാൾഡ് നഫീസ്. മറക്കരുത്, കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ നഫീസ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന്റെ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. ഒന്നുമില്ല, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ തദ്ദേശീയമായി നിർമ്മിച്ച പുതിയ യുദ്ധവിമാനം എന്ന് ചോദിച്ചാൽ അത് തേജസ് മാർക്ക് 1A ആണ്. തേജസ് മാർക്ക് 1A ആണെന്ന് പഠിക്കുക. ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അറിയപ്പെടുന്ന പേരാണ് അഗ്നി പ്രൈം എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ പുതുതായി വികസിപ്പിച്ചെടുത്ത ആണവവാഹക ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലിന്റെ പേരേതാ സുഹൃത്തുക്കളെ? അഗ്നി പ്രൈം എന്നാണ്. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി ഓപ്പൺ എയുടെ ഇന്ത്യയുടെ ആദ്യത്തെ ജീവനക്കാരിയായത് പ്രഗ്യ മിശ്രയാണ്. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. നിർമ്മിത ബുദ്ധി കമ്പനി ഓപ്പൺ എയുടെ ഇന്ത്യയുടെ ആദ്യത്തെ ജീവനക്കാരിയായെന്ന് ചോദിച്ചാൽ അത് പ്രഗ്യ മിശ്രയാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആര് എന്ന് ചോദിച്ചാൽ അത് ദേവികയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അവരുടെ പേരാണ് ദേവിക എന്നുള്ളത്. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനമാണ് FWD-200B. പഠിച്ചോളുക, FWD-200B ആണ് രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ച ആളില്ലാത്ത ബോംബർ വിമാനം. ഒന്നുകൂടി ആ പോയിന്റ് പഠിക്കുക. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാത്ത ബോംബർ വിമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് FWD-200B ആണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 PSC ബുള്ളറ്റിൽ നിന്ന് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിൽ നമ്മുടെ 2024 ജനുവരി മുതൽ കറണ്ട് ഇപ്പോഴുള്ളത് വരെ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അതായത് നമ്മുടെ മെയ് മാസം വരെ ഉള്ളത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ ഈ പോയിന്റ്സ് ആദ്യം പഠിച്ചു തീർക്കണം, എന്നിട്ട് വേണം 2023 കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാൻ. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് 2024 നമ്മുടെ PSC ബുള്ളറ്റിനിൽ എന്തൊക്കെ ആനുകാലിക ചോദ്യങ്ങൾ ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് 2021-2022 സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. 2021-2022 സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. 2021-2022 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ല. 2021-2022 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ല. മികച്ച കോർപ്പറേഷൻ ആണെങ്കിൽ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ. സ്വരാജ് ട്രോഫി നേടിയ മികച്ച കോർപ്പറേഷൻ ഏതാ സുഹൃത്തുക്കളെ? തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. 2021-2022 സ്വരാജ് ട്രോഫിയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പെരുമ്പടപ്പാണ്.
മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. 2021-2022 സ്വരാജ് ട്രോഫി മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? തിരൂരങ്ങാടിയാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. 2021-2022 സ്വരാജ് ട്രോഫിയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് ലഭിച്ചതാർക്ക് അല്ലെങ്കിൽ ട്രോഫി ലഭിച്ചത് മുളന്തുരുത്തിക്കാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ സുഹൃത്തുക്കളെ, ഒരൊറ്റ ഭാഗത്ത് നിന്ന് എന്തുമാത്രം PSC പ്രീവിയസ് ആയി കറണ്ട് അഫയേഴ്സ് ചോദിച്ചു എന്ന്. അതുകൊണ്ടാണ് നമ്മൾ വ്യക്തമായിട്ട് PSC ബുള്ളറ്റിൻ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. 2021-2022 സ്വരാജ് ട്രോഫി അവാർഡാണ് നമ്മൾ പറയുന്നത്. അതിൽ മികച്ച ജില്ലയ്ക്കുള്ള അവാർഡ് നേടിയത് കൊല്ലം ജില്ല. മികച്ച കോർപ്പറേഷൻ ആണെങ്കിൽ അത് തിരുവനന്തപുരത്തിനാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ അത് പെരുമ്പടപ്പാണ്. മികച്ച മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് തിരൂരങ്ങാടിയാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തിയാണ്. പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലം ജില്ലയാണ്. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ നമ്മുടെ കുസാറ്റ് ആണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത് എന്ന് ചോദിച്ചാൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ കുസാറ്റ് ആണ്. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം. ഇമ്പോർട്ടന്റ് പോയിന്റ്. LD മുതൽ LGS ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിനും സുഹൃത്തുക്കൾക്ക് ഈ ഒരു പോയിന്റ് പ്രതീക്ഷിക്കാം. ഇന്ത്യയിൽ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം. 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. ഉറപ്പായിട്ടും ചോദിക്കും, പഠിക്കണം. 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരളത്തിലെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം എന്ന് ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹം. ഇത്രയും വലിച്ചു നീട്ടിയെന്ന് PSC ചോദിക്കൂല. PSC ഇത്രേ ചോദിക്കുള്ളൂ. 2023 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള സംഭവം എന്ന് ചോദിക്കുക അല്ലെങ്കിൽ ചരിത്ര സംഭവം എന്ന് ചോദിക്കും. ഉത്തരം വൈക്കം സത്യാഗ്രഹമാണ്. നീതി ആയോഗിന്റെ 2020-2021 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിന്റെ 2020-2021 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചാൽ അത് പൊന്മുടി, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിൽ വെച്ചായിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിക്കുക. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത് എന്ന് ചോദിച്ചാൽ അത് പൊന്മുടി, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ 2023 ഏപ്രിൽ 25 കേരളത്തിലാണ് കേട്ടോ, ഇന്ത്യയിലല്ല. കേരളത്തിൽ ആദ്യമായിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത തീയതി 2023 ഏപ്രിൽ മാസം 25 കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ റൂട്ട് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. കേരളത്തിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് എന്ന് ചോദിച്ചാല് നമ്മുടെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ പുതിയ ലോഗോയാണ് കുതിച്ചു ചാടുന്ന ചീറ്റ. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പുതിയ ലോഗോയാണ് കുതിച്ചു ചാടുന്ന ചീറ്റ, പഠിക്കുക. രാജ്യത്തിന്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്ന കേരളത്തിലെ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് ചെറുവൈക്കലാണ്, തിരുവനന്തപുരം. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള വീരജവാന്മാരുടെ സ്മരണയ്ക്കായുള്ള യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാല് ചെറുവൈക്കലാണ്. അതെവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ചെറുവൈക്കൽ തിരുവനന്തപുരം ജില്ലയാണ്. ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേൺ സംസ്ഥാനം കേരളം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേൺ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളമാണ്. ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേൺ സംസ്ഥാനം ഏതാണ്?
കേരളമാണ് പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സ്ഥാപിതമായത് കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരാൻ പോകുന്നത് കവടിയാർ, തിരുവനന്തപുരം. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കവടിയാർ, തിരുവനന്തപുരം. രാജ്യത്താദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. രാജ്യത്താദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളമാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂരിൽ ആരംഭിച്ചു. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂര് പ്രവർത്തനം ആരംഭിച്ചു. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയത് മീനങ്ങാടി, വയനാട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടി, വയനാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് എന്നറിയപ്പെടുന്നത് കലങ്ങുംമുകൾ പുനലൂർ നഗരസഭ. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് എന്നറിയപ്പെടുന്നത് കലങ്ങുംമുകൾ പുനലൂർ നഗരസഭ. എവിടെയാണ്? കലങ്ങുംമുകൾ പുനലൂർ നഗരസഭ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളനെ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പിന്നെ വന്നിരിക്കുന്നു. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാലയാണ്. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫൈഡ് കളക്ടറേറ്റ് കോട്ടയം. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ ഉള്ള കളക്ടറേറ്റ് ഏതാണ്? കോട്ടയം. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് കളക്ടറേറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് കോട്ടയമാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയിരിക്കുന്ന സംസ്ഥാനം കേരളം. കോമഡി അല്ലെ? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതായി എത്തിയിരിക്കുന്ന സംസ്ഥാനം ആരാണ്? കേരളമാണ്. പഠിക്കുക. നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. പഠിച്ചോളണം. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ബീഹാർ ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചക പ്രകാരം അല്ലെങ്കിൽ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. അതായത് ദരിദ്രം കുറഞ്ഞ സംസ്ഥാനം കേരളവും ഏറ്റവും കൂടുതൽ ദരിദ്രമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ബീഹാറുമാണ്. പഠിക്കുക. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളം ജില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമല്ലാത്ത അല്ലെങ്കിൽ ദരിദ്രമില്ലാത്ത ഏക ജില്ല ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയാണ്. പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ കണ്ണാടിപ്പാലം സ്ഥിതി ചെയ്യുന്നത് വാഗമൺ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ ആയിട്ടുള്ള കണ്ണാടിപ്പാലം എന്ന് ചോദിച്ചാൽ അത് വാഗമണിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ശക്തൻ നഗർ തൃശ്ശൂരാണ്. പഠിച്ചോളനെ. കേരളത്തിലെ ആദ്യത്തതല്ല, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത നിലവിൽ വരുന്നത് ശക്തൻ നഗർ തൃശ്ശൂരാണ്. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരളത്തിലെ സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇതൊന്ന് പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. 2023 ജൂലൈയിലെ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരളത്തിലെ സർക്കാർ പദ്ധതി എന്താണ്? കേരള സർക്കാർ പദ്ധതി എന്താണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറയാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം, തിരുവനന്തപുരം. ഇമ്പോർട്ടന്റ് പോയിന്റ്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം, തിരുവനന്തപുരം ജില്ല. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം വിഴിഞ്ഞം. ഇതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിക്കുക.
കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന എവിടെയെന്ന് ചോദിച്ചാല് വിഴിഞ്ഞം, തിരുവനന്തപുരം ജില്ല. ഇതിലെ 2 ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരിച്ചാൽ കായൽ എവിടെയാണെന്ന് ചോദിക്കും, അതെവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇല്ലെങ്കിൽ PSC ചോദിക്കും കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞത്താണ്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന, ആലപ്പുഴ. ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ പ്രീവിയസ് ക്വസ്റ്റ്യൻ. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ചെറുതന, ആലപ്പുഴ ജില്ലയാണ്. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. ഇപ്പോൾ അങ്ങോട്ട് തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? എറണാകുളം ജില്ലയാണ്. ഒന്നുകൂടി പറയാം, മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് ചെറുതന, ആലപ്പുഴ. ഇപ്പോഴങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ PSC. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ല. കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. പഠിക്കുക, കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി പെരിയാറാണ്. നദികളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി പെരിയാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ആണ് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ബോട്ട് എന്ന് ചോദിച്ചാൽ അത് ഇന്ദ്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ബോട്ട് എന്ന് ചോദിച്ചാൽ അത് ഇന്ദ്രയാണ്. കേരളത്തിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണെങ്കിൽ അത് സൂര്യാംശു ആണ്. തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ എന്ന് ചോദിച്ചാൽ ക്രൂയിസറിന് വേഗത കൂടുതലായിരിക്കും കേട്ടോ. സാധാരണ ബോട്ടുകളെക്കാളും വേഗത കൂടുതലായിരിക്കും ഈ ക്രൂയിസർ ബോട്ടുകൾക്ക്. അതേന്ന് ചോദിച്ചാൽ അത് ഇന്ദ്രയാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് എന്ന് ചോദിച്ചാൽ അത് സൂര്യാംശു ആണ്. ഏതാണ്? സൂര്യാംശു ആണ്. ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. അതായത് സ്വന്തമായിട്ട് അങ്ങ് വികസിപ്പിച്ചോട്ടെ നമ്മുടെ കേരളം. ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമായ ലിഥിയം ടൈറ്റാനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തുന്ന മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയില്. മറക്കരുത്, സംസ്ഥാന എക്സൈസ് ഓഫീസുകളിലെ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ കോക്ടെയില്. 2023-2024 വർഷത്തെ സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. 2023-2024 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ലയാണ്. ഒന്നുകൂടി പറയാം, 2023-2024 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ലയാണ്. 2023-2024 വർഷത്തെ സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തൃശൂർ ജില്ല. കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഇമ്പോർട്ടന്റ് ആണ്. 2023-2024 സ്കൂൾ കായികമേളയുടെ വേദിയായ ജില്ല തൃശൂരും 2023-2024 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായത് കൊല്ലം ജില്ലയുമാണ്. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീഥി തിരുവനന്തപുരം. ഒരുപാട് പേര് പോയി കാണാം. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീഥി തിരുവനന്തപുരം. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചി, എറണാകുളം. കേരളം ആദ്യമായിട്ട് ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയായിട്ടുള്ളത് കൊച്ചി, എറണാകുളം. ഇവിടെ നിന്ന് 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ സുഹൃത്തുക്കൾ പ്രതീക്ഷിക്കാം. ഇത് സ്റ്റേറ്റ്മെന്റ് ലെവലിലായിരിക്കും വരുന്നത്. കേരളത്തിൽ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയാകുന്നത് എവിടെന്ന്? ഒന്നിൽ ഓപ്ഷനിൽ എറണാകുളം അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി കാണും. രണ്ടാമതായി ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേരളത്തിൽ എത്രാമത്തെ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയാണ് കൊച്ചി എന്ന് ചോദിക്കും. ഉത്തരം എന്താണ്? 1ാമത്തതാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയാകുന്നത്. പഠിക്കുക. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ പേരാണ് NV കൃഷ്ണവാര്യർ സ്മാരകം. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ പേര് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറം ജില്ല. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല ഏതാണ്?
മലപ്പുറം ജില്ലയാണ്. പാലക്കാട് 2ാം സ്ഥാനത്തേക്കും കണ്ണൂര് 3ാം സ്ഥാനവും നേടി. 142 പോയിന്റുമായി കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ് സ്കൂളുകളിൽ 1ാം സ്ഥാനത്ത്. അതൊന്നും വേണ്ട നമുക്ക് പഠിക്കാൻ. നമുക്ക് ഇത്രയേ ഉള്ളൂ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറം, 2ാം സ്ഥാനക്കാരൻ പാലക്കാട്, 3ാം സ്ഥാനക്കാരൻ കണ്ണൂര്. പഠിക്കുക. ഔദ്യോഗിക വൃക്ഷവും പുഷ്പവും പക്ഷിയും മൃഗം എന്നിവ പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല കാസർഗോഡ് ജില്ല. മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഔദ്യോഗിക വൃക്ഷം, ഔദ്യോഗികമായൊരു പുഷ്പം, ഔദ്യോഗികമായൊരു പക്ഷി, ഔദ്യോഗികമായൊരു മൃഗം എന്നിവയെല്ലാം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ്. അതുകൊണ്ട് ഇവ ഏതൊക്കെയാണെന്നുള്ളത് എടുത്തെടുത്ത് സുഹൃത്തുക്കൾ പഠിച്ചോളണം. പക്ക PSC ചോദിക്കും. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ്. അപ്പോ കാസർഗോഡ് ജില്ലയിലെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? കാഞ്ഞിരമാണ്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പം പെരിയപോളത്താലിയാണ്. ഔദ്യോഗിക പുഷ്പം ഏതാണ്? പെരിയപോളത്താലിയാണ്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? പെരിയപോളത്താലിയാണ്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പക്ഷിയാണ് വെള്ളവയറൻ കടൽപ്പരുന്ത്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പക്ഷിയുടെ പേരെന്താ സുഹൃത്തുക്കളെ? വെള്ളവയറൻ കടൽപ്പരുന്ത്. ഇമ്പോർട്ടന്റ് ആണ്. പക്ഷിയും മൃഗവും പഠിച്ചോളണം. ഔദ്യോഗിക മൃഗം എന്ന് ചോദിച്ചാല് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ അഥവാ ശുദ്ധജല ആമയാണ്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോ കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക മൃഗം എന്തെന്ന് ചോദിച്ചാല് കാൻഡോർസ് ജെയിന്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ അഥവാ ശുദ്ധജല ആമയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ജില്ല സ്വന്തമായിട്ട് അവർക്കൊരു ഔദ്യോഗിക വൃക്ഷവും ഔദ്യോഗിക പുഷ്പവും ഔദ്യോഗിക പക്ഷിയും ഔദ്യോഗിക മൃഗത്തെയും പ്രഖ്യാപിച്ചു. ആ ജില്ല എന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം ചോദിച്ചാൽ കാഞ്ഞിരമാണ്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പം ചോദിച്ചാൽ പെരിയപോളത്താലിയാണ്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പക്ഷി ചോദിച്ചാൽ വെള്ളവയറൻ കടൽപ്പരുന്താണ്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ കാൻഡോർസ് ജെയിന്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ അഥവാ ശുദ്ധജല ആമയാണ്. നേരത്തെ പറഞ്ഞത് അതിന്റെ ശാസ്ത്രീയ നാമമാണ്. പഠിക്കുക. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇപ്പോൾ ഏതാണ്? ഇടുക്കി ജില്ലയാണ്. എങ്ങനെയാണ് ഇടുക്കി ജില്ല വലുതായെന്നൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാം. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കിയുടെ ഭാഗമായിട്ടുള്ള ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത്. ഇപ്പോ പാലക്കാട് ജില്ല 2ാം സ്ഥാനത്താണ്. പാലക്കാട് ജില്ല എത്രാം സ്ഥാനത്താണ്? 2ാം സ്ഥാനത്താണ്. അപ്പോ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. എറണാകുളത്തിന്റെ ഭാഗമായിട്ടുള്ള കുട്ടമ്പുഴ വില്ലേജിന്റെ കുറച്ച് ഭാഗം ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ടുള്ള ഇടമലക്കുടി വില്ലേജിന് കൂട്ടിച്ചേർത്തതോടുകൂടി ഇടുക്കി ഏറ്റവും വലുതായി. പാലക്കാട് 2ാം സ്ഥാനത്തായി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് കേരളമാണ്. കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം, കാഴ്ച പരിമിതർക്കായി പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ 2 വിഭാഗങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഒരു കാര്യത്തിനല്ല, 2 കാര്യങ്ങൾക്കാണ് ഇവിടെ പുരസ്കാരം ലഭിച്ചത്. ഒന്നാമത്തത് എന്താണ്? കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം എന്നുള്ള പദവി. അതിനോടൊപ്പം തന്നെ കാഴ്ച പരിമിതർക്കായി പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾക്കും മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ 2 മേഖലകളിലാണ് 1ാം സ്ഥാനം ആരടിച്ചത്? നമ്മുടെ കേരളം അടിച്ചത്. പഠിക്കുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 ആണ്. പഠിക്കുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഏതാണ്? ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 എന്നുള്ള കപ്പലാണ്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏതു രാജ്യത്താണ്? ഉത്തരം നേപ്പാളാണ്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏതു രാജ്യത്തെന്ന് ചോദിച്ചാൽ അത് നേപ്പാളിലാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, കണ്ണൂര്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്. സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്.
പഠിച്ചോളണേ. കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം സർക്കാർ സ്കൂളുകളിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ലഭ്യമാക്കിയതിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം എന്ന് ചോദിച്ചാല് അത് കേരളമാണ്. പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ, വിൻഡ്, മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴെ തുടുക്കി സൈലന്റ് വാലി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. കേരളത്തിലെ ആദ്യത്തെ സോളാർ, വിൻഡ്, മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ താഴെ തുടുക്കി സൈലന്റ് വാലിയിലാണ്. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമാണ് അമേസ് 28. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടം എന്ന് ചോദിച്ചാൽ അത് അമേസ് 28 ആണ്. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായിട്ടുള്ള ലോൺലി പ്ലാനറ്റ് എന്ന് പറയുന്നതില് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്തത് നമ്മുടെ വർക്കല പാപനാശം ബീച്ചിനെയാണ്. പഠിക്കുക. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ആണ് ഈ അവാർഡ് നൽകുന്നത്, അല്ലെങ്കിൽ ബ്ലൂ ഫ്ലാഗ് നൽകുന്നത്. ഇതിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഡെൻമാർക്ക് ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട 3 പോയിന്റ് ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നു. ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന അവാർഡാണ് ബ്ലൂ ഫ്ലാഗ് അവാർഡ്. ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഡെൻമാർക്ക് ആണ്. പഠിക്കുക. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം എന്ന് ചോദിച്ചാൽ അത് കൊച്ചിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാല എന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യത്തെ ജില്ല വയനാട്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിലെ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യത്തെ ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. ഏത് റിപ്പോർട്ടാ പുറത്തുവിട്ട സുഹൃത്തുക്കളെ? കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട്. കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമാണ് സീ സ്പേസ്. രാജ്യത്തെ ആദ്യത്തെ സർക്കാർ OTT സംരംഭമാണ് സീ സ്പേസ്. അപ്പോ സീ സ്പേസ് എന്തെന്നുള്ളത് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറഞ്ഞത്? കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം അറിയപ്പെടുന്ന പേരാണ് സീ സ്പേസ്. ഈ സീ സ്പേസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സർക്കാരിലുള്ള OTT സംരംഭമാണ് കേട്ടോ. സർക്കാരിന്റെ അണ്ടറിൽ വരുന്ന ആദ്യത്തെ OTT സംരംഭമാണ് സീ സ്പേസ് എന്നുള്ളത്. പഠിക്കുക. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ PSC ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കിയ കറണ്ട് അഫേഴ്സ്. സുഹൃത്തുക്കൾ 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് നമ്മളിവിടെ നോക്കിയത്, അല്ലെങ്കിൽ ആനുകാലികമാണ് നോക്കിയത്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഈ നോക്കിയയിൽ തന്നെ ഏകദേശം 10-15ഓളം ക്വസ്റ്റ്യൻസ് PSC ഓൾറെഡി പ്രീവിയസ് ആയി ചോദിച്ചവയുണ്ട്. അവ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനിയുള്ള PSC എക്സാമിനും അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ബാക്കി ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ആവുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരം.